ഇപ്പോൾ ഒരു പട്ടാള ഹെലികോപ്റ്ററിൽ കയറി നമ്മുടെ വോൾവറിൻ ഒരു സിറ്റിയിൽ വരികയാണ്. ആ സിറ്റി ആകെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ തന്നെ അത് നോക്കി നിൽക്കുന്ന വോൾവറിൻ്റെ അടുത്ത് ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഹൾക്ക് എന്ന അമേരിക്കക്കാർ വിളിക്കുന്ന ഭീകരജീവി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് തകർത്തതാണ് ഇതെല്ലാമെന്നും ആ ഹൾക്കിന് വേറെ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കുന്നതിന് മുമ്പ് അവനെ തടയണമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ ഹൾക്കിനെ കൊല്ലണമെന്നും അതിനുവേണ്ടിയാണ് നിന്നെ വിളിച്ചു വരുത്തിയതെന്നും പട്ടാളക്കാരൻ വോൾവറിനോട് പറയുന്നു. അപ്പോൾ തന്നെ വോൾവറിൻ ആ ഹൾക്കിനെ കൊന്ന് അവൻ്റെ തല വെട്ടിയെടുത്തിട്ട് താൻ തിരിച്ചു വരുള്ളൂ എന്നും പറഞ്ഞ് ഹൾക്കിനെ തേടി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കാട് മലയൊക്കെ കയറി നമ്മുടെ വോൾവറിൻ ഹൾക്കിനെ അന്വേഷിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ വോൾവറിൻ ഒരു പാൻറ് മാത്രം ഇട്ടിരിക്കുന്ന ഒരാളെ കാണുന്നു. അപ്പോൾ തന്നെ വോൾവറിൻ അവൻ്റെ അടുത്ത് വന്ന് ഹൾക്കിനെ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതും പെട്ടെന്ന് ആ സിറ്റിയിൽ നിന്നും തനിക്ക് ലഭിച്ച ഹൾക്കിൻ്റെ മണം അയാളുടെ ശരീരത്തിൽ നിന്നും വോൾവറിന് ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ വോൾവറിൻ അയാളെ തല്ലുന്നു. അത് മറ്റാരുമല്ല നമ്മുടെ ബ്രൂസ് ബാനറാണ്. പക്ഷേ വോൾവറിന് ബ്രൂസാണ് ഹൾക്ക് എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ബ്രൂസ് വോൾവറിനോട് തന്നെ ഒന്നും ചെയ്യരുതെന്ന് കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും വോൾവറിൻ ബ്രൂസിനെ ഭയങ്കരമായി ഭയപ്പെടുത്തുകയും തല്ലുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബ്രൂസ് ഹൾക്കായി മാറുകയാണ്. അന്നേരം തന്നെ ഹൾക്ക് വോൾവറിനെ അടിച്ചു തെറിപ്പിക്കുന്നു. ഇപ്പോൾ ഹൾക്കിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടി തെറിച്ച് വീണ് കിളി പോയിരിക്കുന്ന വോൾവറിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹൾക്ക് വീണ്ടും അലറിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഹൾക്ക് വോൾവറിനെ എടുത്തിട്ട് അടിക്കുകയാണ്. വോൾവറിൻ തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഹൾക്കിനെ വീഴ്ത്തുവാനൊന്നും സാധിക്കുന്നില്ല. ഹൾക്ക് വോൾവറിനെ അറഞ്ചം പുറഞ്ചം തല്ലി ചതക്കുകയാണ്. അങ്ങനെ നമ്മുടെ വോൾവറിൻ തിരിച്ചടിക്കാൻ സാധിക്കാതെ അവിടെ കിടന്ന് അടി കൊള്ളുന്നു. അവസാനം വോൾവറിനോട് ദയ തോന്നിയ ഹൾക്ക് ഇനി എൻ്റെ അടുത്തേക്ക് വന്നു പോകരുതെന്നും പറഞ്ഞ് അടിയൊക്കെ നിർത്തി ഹൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി കുറച്ച് നടന്നതും അപ്പോൾ തന്നെ അടിയൊക്കെ കൊണ്ട് ചതഞ്ഞ് അവിടെ കിടന്നിരുന്ന വോൾവറിൻ തൻ്റെ ഹീലിംഗ് ഫാക്ടർ ഉപയോഗിച്ച് ചതവുകളും മുറിവുകളും ഒക്കെ മാറ്റി പഴയതുപോലെ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്നുകൂടെ ഫൈറ്റ് ചെയ്യാൻ ഹൾക്കിനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവിടെ ഹൾക്കും വോൾവറിനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. പക്ഷേ ആ ഫൈറ്റിൽ വോൾവറിൻ അതിസാഹസ്യമായി ഹൾക്കിനെ മുട്ടുകുത്തുകയാണ്. അങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്ന ഹൾക്കിനോട് വീണ്ടും ഫൈറ്റ് ചെയ്യുവാൻ വോൾവറിൻ പോയതും അപ്പോൾ തന്നെ ഹൾക്കിനെ ആരോ വെടിവെച്ച് ബോധം കെടുത്തുകയാണ്. ഹൾക്കിനെ മാത്രമല്ല വോൾവറിനെയും വെടിവെച്ച് ബോധം കെടുത്തുന്നു. എന്നാൽ തൻ്റെ ബോധം പോകുന്നതിന് മുമ്പ് ആ വെടിവെച്ചത് ആരാണെന്ന് വോൾവറിൻ കാണുകയാണ്. ഇത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഡെഡ്പൂളാണ്. ഡെഡ്പൂൾ മാത്രമല്ല, അവൻ്റെ കൂടെ വേറെ കുറച്ച് പേരും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെഡ്പൂളിൻ്റെ വെടിയേറ്റ് ബോധം പോയ വോൾവറിന് ബോധം തിരിച്ച് ലഭിക്കുകയാണ്. ഇപ്പോൾ വോൾവറിനെ ഡെഡ്പൂളും ബാക്കിയുള്ളവരും ഏതോ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഡെഡ്പൂളിൻ്റെ കൂടെ സാബ്ര ടൂത്ത് എന്ന വില്ലനും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഇടയിലേക്ക് ഒമേഗ റെഡ് എന്ന ഒരു വില്ലനും ഇവരുടെ എല്ലാം ലീഡറായ ഒരു പ്രൊഫസറും വരികയാണ്. ഈ പ്രൊഫസറാണ് പണ്ട് നമ്മുടെ വോൾവറിനെ പിടിച്ചുകൊണ്ടുപോയി അഡമാൻഡ്യം വോൾവറിൻ്റെ ദേഹത്ത് കുത്തിവെച്ചത്. അതെന്തിനാണെന്ന് വെച്ചാൽ വോൾവറിൻ്റെ ഓർമ്മകളെല്ലാം പരീക്ഷണങ്ങളിലൂടെ നശിപ്പിച്ച് വോൾവറിനെ റീപ്രോഗ്രാം ചെയ്ത് വോൾവറിനെ തൻ്റെ ജോലിക്കാരൻ അഥവാ ഒരു വലിയ ആയുധമാക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ് പ്രൊഫസർ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഈ വോൾവറിൻ്റെ ഓർമ്മകളെല്ലാം നശിപ്പിച്ച് പുള്ളിക്കാരനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനത്തെ പരീക്ഷണത്തിനിടയിൽ നമ്മുടെ വോൾവറിൻ അവിടെയുള്ള ആളുകളെല്ലാം കൊന്ന് പ്രൊഫസറിൻ്റെ ഒരു കൈയും വെട്ടിമാറ്റി അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ടിപ്പോൾ പ്രൊഫസർ വോൾവറിനോട് ഞങ്ങൾ ശരിക്കും അന്വേഷിച്ച് നടന്നിരുന്നത് നിന്നെ അല്ലായിരുന്നുവെന്നും ആ ഹൾക്കിനെ ആയിരുന്നുവെന്നും അതിനിടയിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ നിന്നെയും ഹൾക്കിനെ ഒരുമിച്ച് തനിക്ക് ലഭിച്ചുവെന്നും അത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും പ്രൊഫസർ വോൾവറിനോട് പറയുന്നു. അപ്പോൾ തന്നെ വോൾവറിൻ ഹൾക്കിനെ നിനക്ക് എന്തിനാണെന്ന് പ്രൊഫസറിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ പ്രൊഫസർ ബ്രൂസിൻ്റെ ഓർമ്മകളെല്ലാം താൻ പരീക്ഷണത്തിലൂടെ നശിപ്പിച്ച് അവനെ റീപ്രോഗ്രാം ചെയ്യുമെന്നും എന്നിട്ട് തൻ്റെ കൂടെ താൻ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരാളായി ഹൾക്കിനെ മാറ്റുമെന്നും വോൾവറിനോട് പറയുകയാണ്. ശരിക്കും ഈ പ്രൊഫസർ പറഞ്ഞിട്ട് ഡെഡ്പൂളും ബാക്കിയുള്ളവരും ഹൾക്കിനെ പിടിക്കുവാൻ ചെന്നപ്പോഴാണ് ആ സിറ്റി തകർന്നു പോയത്. മാത്രമല്ല ഹൾക്ക് ആ സമയത്ത് അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കുവാനായിരുന്നു നോക്കിയത്. ഇപ്പോൾ അതെല്ലാം മനസ്സിലായ വോൾവറിൻ ആ പ്രൊഫസറിനെ നോക്കിയിട്ട് നിൻ്റെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും ഞാൻ ഈ കെട്ടുകളൊക്കെ അഴിച്ച് പുറത്തിറങ്ങിയാൽ നിൻ്റെ ഈ ആളുകളെല്ലാം ആദ്യം കൊന്നിട്ട് നിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ ഹൃദയം കീറി മുറിച്ച് താൻ എടുക്കുമെന്ന് വോൾവറിൻ പ്രൊഫസറിനോട് പറഞ്ഞതും അത് കേട്ട് പ്രൊഫസർ ആദ്യമൊന്നും ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും ഉടനെ ഒരു ചിരിച്ചിരിച്ചിട്ട് വോൾവറിനോട് ഹൾക്കിൻ്റെ മെമ്മറീസ് നശിപ്പിച്ച് അവനെ റീപ്രോഗ്രാം ചെയ്യുന്നത് പോലെ നിൻ്റെയും മെമ്മറീസ് താൻ നശിപ്പിച്ച് റീപ്രോഗ്രാം ചെയ്യുമെന്നും താൻ പണ്ട് അതൊന്നും ചെയ്തതാണെന്നും അതുകൊണ്ട് തന്നെ മെമ്മറീസ് എല്ലാം കളഞ്ഞ് നിന്നെ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ നിനക്കും ഇപ്പോൾ പറഞ്ഞതൊന്നും ഓർമ്മയുണ്ടാകില്ല എന്നും നീ എൻ്റെ ഗ്യാങ്ങിലെ ഒരു മെമ്പറായി മാറുമെന്നും പറഞ്ഞ് പ്രൊഫസർ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ പ്രൊഫസറും ബാക്കിയുള്ളവരും പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഡെഡ്പൂൾ വോൾവറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പുള്ളിക്കാരൻ്റെ തലയിൽ വെടിവെച്ച് വോൾവറിനെ ബോധം കെടുത്തുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കുന്ന വോൾവറിൻ തൻ്റെ അടുത്ത് ലേഡി ഡെത്ത് സ്ട്രൈക്ക് എന്ന ഒരു പെണ്ണ് നിൽക്കുന്നത് കാണുകയാണ്. ആ പെണ്ണിന് വോൾവറിനോട് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട്. വോൾവറിനെ കൊല്ലണമെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരിക്ക് വോൾവറിനെ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇഷ്ടമല്ല. ഇപ്പോൾ വോൾവറിനെ ഒരു വലിയ ഗ്ലാസ് കൊണ്ടുള്ള ഒരു കൂട്ടിലാണ് ആ പ്രൊഫസറും ബാക്കിയുള്ളവർ ഇട്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ വോൾവറിൻ്റെ മെമ്മറീസൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ലേഡി ഡെത്ത് സ്ട്രൈക്ക് തൻ്റെ കൂർത്ത വിരലുകൾ കൊണ്ട് ആ ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ അവിടെ പ്രൊഫസറും സാബ്ര ടൂത്തും വരികയാണ്. അന്നേരം തന്നെ പ്രൊഫസർ നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ഡെത്ത് സ്ട്രൈക്കിനോട് ചോദിച്ചതും തനിക്ക് വോൾവറിനെ കൊല്ലണമെന്ന് പുള്ളിക്കാരി പ്രൊഫസറിനോട് പറയുന്നു. പക്ഷേ പ്രൊഫസർ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ തന്നെ ആ പ്രൊഫസറിനെ സാബ്ര ടൂത്ത് പുറകിൽ നിന്ന് വെട്ടിക്കൊല്ലുകയാണ്. ഈ സാബ്ര ടൂത്തിനും ലേഡി ഡെത്ത് സ്ട്രൈക്കിനെ പോലെ വോൾവറിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവന് വോൾവറിനെ കൊല്ലണമെന്നാണ് ആഗ്രഹം.
ഇപ്പോൾ പ്രൊഫസറിനെ വെട്ടി വീഴ്ത്തിയിട്ട് സേബർ ടൂത്തും ലേഡി ഡെത്ത് സ്ട്രൈക്കും വോൾവറിനെ പിടിച്ചിട്ടിരിക്കുന്ന ആ ഗ്ലാസ് കൂടി പൊട്ടിച്ച് വോൾവറിനെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് സേബർ ടൂത്തും ലേഡി ഡെത്ത് സ്ട്രൈക്കും ഒന്നിച്ച് നിന്ന് വോൾവറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ വോൾവറിൻ അവരെ രണ്ടുപേരെയും അടിച്ചു തോൽപ്പിച്ച് ആ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മാത്രമല്ല തൻ്റെ നേർക്ക് പിന്നീട് വന്ന അവിടെയുള്ള പ്രൊഫസറിൻ്റെ ആളുകളെ മുഴുവൻ വെട്ടിക്കൊല്ലുകയാണ് വോൾവറിൻ. ഇതേ സമയം ആ പ്രൊഫസറിനെയാണ് കാണിക്കുന്നത്. പുള്ളി മരിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ ഡെഡ്പൂളും ഒമേഗ റെഡും വന്നിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രൊഫസറിന് എന്താണ് സംഭവിച്ചതെന്ന് ഡെഡ്പൂളും ഒമേഗ റെഡും സേബർ ടൂത്തിനോടും ലേഡി ഡെത്ത് സ്ട്രൈക്കിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ സേബർ ടൂത്ത് പാവം നമ്മുടെ പ്രൊഫസറിനെ വെട്ടി വീഴ്ത്തിയത് വോൾവറിനാണെന്നും പരിക്ക് പറ്റി വീഴുന്നതിന് മുമ്പ് പ്രൊഫസർ പറഞ്ഞത് വോൾവറിനെ നമ്മൾ കൊല്ലണമെന്നാണെന്നും സേബർ ടൂത്ത് ഡെഡ്പൂളിനോടും ഒമേഗ റെഡിനോടും പറയുകയാണ്. ഇപ്പോൾ സേബർ ടൂത്ത് പറഞ്ഞത് ഡെഡ്പൂളിനും ഒമേഗ റെഡിനും വലിയ വിശ്വാസമൊന്നും ആകുന്നില്ല. പക്ഷെ അവരെല്ലാം വോൾവറിനെ എന്തായാലും ഒന്നിച്ചു നിന്ന് കൊല്ലാമെന്ന് തീരുമാനിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വോൾവറിൻ നമ്മുടെ ബ്രൂസിനെ പിടിച്ചിട്ടിരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ബ്രൂസിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുവാൻ നോക്കിയാണ് വോൾവറിൻ. ഇപ്പോൾ ആ കെട്ടിടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വോൾവറിനെയും ബ്രൂസിനെയും ഒമേഗ റെഡ് വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. ഒമേഗ റെഡ് മാത്രമല്ല നമ്മുടെ ഡെഡ്പൂളും അവിടെ വരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെയും ബ്രൂസിനെയും അറ്റാക്ക് ചെയ്യാൻ വന്ന ഒമേഗ റെഡിനെയും ഡെഡ്പൂളിനെയും തോൽപ്പിച്ച് വോൾവറിൻ ബ്രൂസിനെയും കൊണ്ട് വേഗം അവിടുന്ന് ഓടുകയാണ്. ആ ഓടുന്നതിനിടയിൽ വോൾവറിൻ ബ്രൂസിനോട് വേഗം ഹൾക്കായി മാറുവാൻ പറയുന്നുണ്ടെങ്കിലും ബ്രൂസ് അതിന് സമ്മതിക്കുന്നില്ല. അന്നേരം തന്നെ വോൾവറിൻ ബ്രൂസിനെ പിടിച്ചു നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഹൾക്കായി മാറാനും ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നും ബ്രൂസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബ്രൂസ് തനിക്ക് അമിതമായ ദേഷ്യമോ വേദനയോ വന്നാൽ മാത്രമേ താൻ ഹൾക്കായി മാറുള്ളൂവെന്നും പക്ഷേ ഇപ്പോൾ തനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് വോൾവറിനോട് പറഞ്ഞതും അത് താൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വോൾവറിൻ ബ്രൂസിന്റെ വയറ്റിൽ കുത്തുകയാണ്. പക്ഷേ ഇപ്പോൾ ബ്രൂസ് ഹൾക്കായി മാറുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്തേക്ക് സേബർ ടൂത്തും ബാക്കിയുള്ളവരും വരുന്നു. അപ്പോൾ തന്നെ വോൾവറിൻ അവരോട് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൽ നമ്മുടെ ഡെഡ്പൂളിന്റെ ഒരു കൈ വോൾവറിൻ രണ്ട് കഷ്ണമാക്കി മുറിക്കുകയാണ്. ഇപ്പോൾ തന്റെ കൈ വോൾവറിൻ മുറിച്ചത് കണ്ടതും ഡെഡ്പൂൾ നീ എന്ത് പരിപാടിയായി കാണിച്ചതെന്നും ഫൈറ്റ് തുടങ്ങിയതല്ലേ ഉള്ളുവെന്നും താനിനി ആ കൈ ശരിയാക്കി വരുന്നത് വരെ ആരും ഫൈറ്റ് ചെയ്യരുതെന്നും പറഞ്ഞ് ഡെഡ്പൂൾ ആ മുറിഞ്ഞ കൈ എടുത്ത് പഴയതുപോലെ ശരീരവുമായി യോജിപ്പിക്കാൻ നോക്കിയാണ്. ഇപ്പോൾ ഡെഡ്പൂൾ കൈയൊക്കെ ശരിയാക്കി വരുന്നത് വരെ ഒന്നും വോൾവറിനും ബാക്കിയുള്ളവരും നോക്കി നിൽക്കുന്നില്ല. അവരെല്ലാം ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൽ വോൾവറിൻ ആദ്യമൊക്കെ അവരോടെല്ലാം നന്നായി പോരാടുന്നുണ്ടെങ്കിലും പിന്നീട് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒമേഗ റെഡും ബാക്കിയുള്ളവരും വോൾവറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ ബ്രൂസ് അവിടെ ഹൾക്കായി മാറി സേബർ ടൂത്തിൻ്റെയും ബാക്കിയുള്ളവരുടെ നേർക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് ഹൾക്ക് ആദ്യം തന്നെ ആ സേബർ ടൂത്തിനെ ഒറ്റയടിക്ക് അടിച്ചു പറത്തുന്നു. അത് കണ്ട് ബാക്കിയുള്ളവരെല്ലാം ഹൾക്കിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഹൾക്ക് അവരെല്ലാം വീഴ്ത്തുകയാണ്. ഇപ്പോൾ ഹൾക്ക് തന്നെ സഹായിക്കാനാണ് വന്നതെന്ന് വിചാരിച്ച് അവിടെ ആശ്വസിച്ച് നിന്ന നമ്മുടെ വോൾവറിനെയും ഇപ്പോൾ ഹൾക്ക് അറ്റാക്ക് ചെയ്യുവാൻ ചെല്ലുകയാണ്. അത് കണ്ടതും വോൾവറിൻ അവിടെ നിന്ന് ഓടുന്നു. വോൾവറിനെ തല്ലുവാനായി പുറകെ ഹൾക്കും ഓടുകയാണ്. പക്ഷേ ഹൾക്കിൻ്റെ പുറകെ നമ്മുടെ ഡെഡ്പൂളും ഇപ്പോൾ ഓടുന്നു. ഇപ്പോൾ ഡെഡ്പൂൾ ആണെങ്കിൽ ഹൾക്കിൻ്റെ തോളത്ത് ചാടിക്കയറി ഹൾക്കിൻ്റെ വായ്ക്കകത്ത് ഒരു ബോംബ് ഇടുകയാണ്. എന്നിട്ട് വേഗം അവിടെ നിന്ന് ചാടി മാറുന്നു. അപ്പോൾ തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. ഇപ്പോൾ ഹൾക്ക് ചത്തുപോയി എന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ഡെഡ്പൂളിനോട് വോൾവറിൻ മണ്ട നീ അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ ഹൾക്ക് മരിച്ചിട്ടില്ല. മാത്രമല്ല ഹൾക്ക് ഇപ്പോൾ കൂടുതൽ ദേഷ്യക്കാരനായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ ബോംബ് പൊട്ടിത്തെറിച്ച് ഹൾക്ക് മരിച്ചിട്ടില്ല എന്ന് കണ്ട് ഡെഡ്പൂൾ ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഹൾക്കിൻ്റെ ദേഷ്യം കൂടിയിരിക്കുന്നത് കണ്ടതും ആ ബോംബ് എടുത്ത് അവൻ്റെ വായ്ക്കകത്തിടുന്നതിന് പകരം പാൻറ്റിൻ്റെ അകത്ത് ഇട്ടാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ ഡെഡ്പൂൾ വോൾവറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ വോൾവറിൻ നീ പോയി അവൻ്റെ പാൻറ്റിൻ്റെ അകത്ത് ബോംബിട്ടിട്ട് വരാൻ പറഞ്ഞ് ഡെഡ്പൂളിനെ എടുത്ത് ഹൾക്കിൻ്റെ നേരെ വലിച്ചെറിയുകയാണ്. അപ്പോൾ തന്നെ ഹൾക്ക് പന്ത് തട്ടുന്നത് പോലെ ഡെഡ്പൂളിനെ അടിച്ചു തെറിപ്പിക്കുന്നു. എന്നിട്ട് വോൾവറിനെ തല്ലുവാനായി വോൾവറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് കണ്ടതും വോൾവറിൻ വേഗം അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വോൾവറിനെ ഒമേഗ റെഡ് എന്ന സൂപ്പർ വില്ലൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം ഹൾക്കിൻ്റെ മുന്നിൽ ആ ലേഡി ഡെത്ത് സ്ട്രൈക്കും വരികയാണ്. എന്നിട്ട് പുള്ളിക്കാരി തൻ്റെ കൂർത്ത വിരലുകൾ കൊണ്ട് ഹൾക്കിനെ അറിഞ്ഞ മുറിഞ്ഞ മുറിവ് ഏൽപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൾക്ക് വളരെ സിമ്പിളായി ലേഡി ഡെത്ത് സ്ട്രൈക്കിനെ അടിച്ചു വീഴ്ത്തിയിട്ട് പുള്ളിക്കാരിയുടെ ആ രണ്ട് കൈയും വലിച്ചു പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നേരെ വോൾവറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതേ സമയം വോൾവറിനാണെങ്കിൽ ആ ഒമേഗ റെഡിൻ്റെ കയ്യിൽ നിന്നും അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഹൾക്ക് അവിടെ വന്ന് ഒമേഗ റെഡിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഒമേഗ റെഡിനെ ചവിട്ടി അരയ്ക്കുകയാണ് ഹൾക്ക്. ഇപ്പോൾ ഹൾക്ക് ഒമേഗ റെഡിനെ അടിച്ച് ചമ്മന്തിയാക്കിയിട്ട് ആ കെട്ടിടം മുഴുവൻ തകർക്കുവാൻ നോക്കിയാണ്. ഇപ്പോൾ ഹൾക്ക് ആ കെട്ടിടം നശിപ്പിക്കുന്നത് കണ്ടതും വോൾവറിന് സന്തോഷമാകുന്നു. പക്ഷേ അവിടെ സന്തോഷിച്ച് നിന്ന വോൾവറിനെ ഇപ്പോൾ ഹൾക്ക് അടിച്ച് കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് തെറിപ്പിക്കുകയാണ്. ആ അടിയിൽ വോൾവറിന് കാര്യമായി ഒന്നും പറ്റുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ആ കെട്ടിടം തകരുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ അലറിക്കൊണ്ട് ഹൾക്കും വരികയാണ്. ഇപ്പോൾ ഹൾക്ക് തന്നോട് ഫൈറ്റ് ചെയ്യാതെ ഒരിക്കലും പോകില്ല എന്ന് മനസ്സിലാക്കിയ വോൾവറിൻ ഹൾക്കുമായി ഫൈറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. പക്ഷേ ഈ ഫൈറ്റിൽ ആര് വിജയിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ ഹൾക്ക് വിജയിക്കുന്നതായോ അല്ലെങ്കിൽ വോൾവറിൻ ജയിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ രണ്ടുപേരും ഒത്തുതീർപ്പായി പിരിയുന്നത് പോലെയോ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. മാത്രമല്ല ഈ കഥയുടെ അവസാനം തകർന്നുപോയ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ ഡെഡ്പൂളിനെ ചവിട്ടി അരച്ചുകൊണ്ട് ഹൾക്ക് അവിടുന്ന് പോകുന്നതായും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ ഹൾക്ക് ആ ഫൈറ്റിൽ വിജയിച്ചുവെന്ന് തീർത്തും പറയുവാൻ സാധിക്കില്ല. വേണമെങ്കിൽ വോൾവറിനും ഹൾക്കും ആ ഫൈറ്റൊക്കെ നിർത്തി ഫ്രണ്ട്സായി പിരിഞ്ഞതായും ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്തേക്ക്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.